യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശ്രീലതയേക്കാൾ സൗന്ദര്യവും പഠിപ്പും കാശും ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടുക മാത്രമായിരുന്നു എന്റെ ഓരോരോ ലക്ഷ്യം. അങ്ങനെ ആ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നു അന്നെനിക്ക് ആദരം. പക്ഷേ നിന്റെ കഴുത്ത് താലി കെട്ടിയ ശേഷം ഞാൻ ആകെ മാറിപ്പോയി. ഇഷ്ടമാണെന്ന് നീ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും നീ പറയുന്ന കേൾക്കാൻ ഞാൻ കൊതിച്ചുപോയി. അതിനുവേണ്ടി ഈ ജന്മം മുഴുവൻ കാത്തിരിക്കാൻ പോലും ഞാൻ ഒരുക്കാം. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ആതിരക്കുട്ടിയാണ് സത്യം. എന്റെ ഭാഗത്ത് നിന്ന് ഒരു കൈപ്പിടി ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഞാൻ ശ്രീലതയെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അവളുടെ പെരുമാറ്റത്തില് നല്ല മാറ്റമുണ്ട്. പഴയ ശ്രീലത അല്ല അവളിപ്പോ. അവളുടെ നോട്ടവും വർത്താനൊക്കെ കാണുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നു. അതൊരു കുട്ടി. സുനീഷേട്ടൻ പേടിക്കണ്ട. ഈ ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി എന്താ വേണ്ടേന്ന് എനിക്കറിയാം. അതൊരു കുട്ടി, നീ എന്തിനുള്ള പുറപ്പാടാ? പേടിക്കണ്ട, അമ്മയെ ഞാൻ ഉണർത്തില്ല. അതെ, എനിക്കൊരു കാര്യം അറിയണം. എന്താ എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നീ എന്നാ ഇവിടുന്ന് പോകുന്നേന്ന്? അത് ചോദിക്കാൻ നീ ആരാടി? ഈ വീടിന്റെ അവകാശി. അതെന്താ മുതല്? സുനീഷ് ഏട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതല്. ഓ, താലി കെട്ടിയ കഥയൊന്നും പറയണ്ട. അതിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ കഥ മാത്രമല്ലേ അറിയൂ? എന്നാ അറിയാത്തൊരു കഥയുണ്ട്. നിന്റെ അറിവിലേക്കായി ഞാനത് പറഞ്ഞുതരാം. കല്യാണത്തിന് മുമ്പേ ഞാനും സുനീഷേട്ടനും തമ്മിൽ മുട്ടം പ്രേമമായിരുന്നു. ഞങ്ങളുടെ കല്യാണം വീട്ടുകാർ നടത്തി തരില്ല എന്ന് ഭയന്നിട്ട് ഞങ്ങള് കളിച്ചൊരു നാടകമായിരുന്നു അത്. അതുകൊണ്ട് നീയല്ല, നിന്റെ വല്യമ്മൂമ്മ വന്ന് നാടകം കളിച്ചാലും ഞങ്ങളുടെ നാടകത്തോളം വരില്ല. മനസ്സിലായില്ലേ? ഞങ്ങളെ പിരിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ലെന്ന്. എത്രയും പെട്ടെന്ന് കട പൂട്ടി നീ സ്ഥലം വിടാൻ നോക്ക്. ഇപ്പൊ പോയാൽ നിനക്ക് മാനമെങ്കിലും ബാക്കിയുണ്ടാവും. ഒന്ന് നിന്നേടി. ഇതുവരെ ഇക്കാര്യത്തിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്കിതൊരു വാശിയാ. നിന്നെ സുനീഷേട്ടനെയും പിരിച്ച് ഞാൻ ഈ വീട് വിട്ടു പോവൂ. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലടി. ഇന്നേക്ക് 90-ാം നാൾ നീ സുനീഷേട്ടനും അടിച്ച് പിരിഞ്ഞിരിക്കും. പിരിയിപ്പിച്ചിരിക്കും ഞാൻ. ശ്രീലതയാ പറയുന്നത്. പോയികയിൽ കേശവന്റെ മകൾ ശ്രീലത. സുനേട്ടാ പോവാം. മോനെ സുനീഷേ, പോവല്ലേ? ഒരു നല്ല കാര്യത്തിന് പോവല്ലേ?
ആരതി ഒഴിഞ്ഞ് കണ്ണുദോഷം മാറ്റിയിട്ട് പോയാ മതി. മോളിതൊന്ന് പിടിച്ചേ. ഞാനും ഒഴിക്കുന്നേ. എല്ലാ കണ്ണുദോഷം ദൃഷ്ടിദോഷം എല്ലാം മാറണേ. എന്റെ മോനെ നോക്കിക്കോണ സുഗുണ. ആ, ഞാൻ നിന്നെ വിശ്വസിച്ചാ അവനെ കൂടെ അയക്കുന്നത്. അത് പിന്നെ കമലാക്ഷി ചേച്ചി പ്രത്യേകം പറയണോ? ഇവൻ നമ്മുടെ മുത്തല്ലേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ധൈര്യമായിട്ട് പോയിട്ട് വാ സിനീഷേട്ടാ. എന്റെ പ്രാർത്ഥന കൂടെയുണ്ട്. കോടീശ്വരനായി തിരിച്ചു വരുമ്പോ സ്വീകരിക്കാൻ ഇതുപോലെ ഞാൻ വാതിൽക്കലുണ്ടാവും. പോരെ? എന്റെ പഴനി ആണ്ടവനെ, എന്റെ ചെക്കനെ നീ കാത്തോണ്ടേ. അണ്ണാ, ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? ഇവിടെ വളരെ അടുത്താണെന്നാ പറഞ്ഞത്. നീ വാ. അണ്ണാ നില്ല്, എനിക്കെന്തോ ആകെ പേടി തോന്നുന്നു. ഞാനില്ലേടാ കൂടെ. നീ ധൈര്യമായിട്ട് വാ. വാ. ആ, ദേ ഇത് തന്നെ. അണ്ണാ, ആ, നീ ഇങ്ങനെ പേടിക്കാടാ. ഞാനില്ലേ കൂടെ. നീ വാ. വാ. വാടാ ഇങ്ങോട്ട്. ചെട്ടിയാര് പറഞ്ഞു വെച്ചതാ ഞങ്ങളെ. ഇതാണോ ആ ഭാഗ്യവാൻ? അതെ, സുനീഷ് കുമാർ. വേഗം ടിക്കറ്റ് എടുക്കടാ. അല്ല കാശ്? കാശൊക്കെ തരാം, ആദ്യം ടിക്കറ്റ് എടുക്ക്. അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. നിങ്ങൾ വന്നത് ടിക്കറ്റ് വിൽക്കാനാണോ അതോ മര്യാദ പഠിപ്പിക്കാനാണോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഒരു കച്ചവടമാകുമ്പോ അതിന് ചില രീതികളൊക്കെ ഇല്ലേ? നിങ്ങൾ ആദ്യം കാശ് കാണിക്കേ. ആദ്യം ടിക്കറ്റ്, പിന്നെ കാശ്. അതാ ഞങ്ങളുടെ രീതി. ടിക്കറ്റ് എടുക്കടാ. കാശ് തരാൻ ഞാൻ ടിക്കറ്റ് തരൂല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. സുനീഷേ, എന്നെ കൂടെ കൊണ്ടുപോടാ. കൊല്ലൂടാ. അവിടെ നിൽക്കടാ. എന്നെ കൂടെ കൊണ്ടുപോടാ. ഇപ്പൊ ആ കോടീശ്വരന്റെ കാര്യത്തില് ഒരു തീരുമാനമായിട്ടുണ്ടാവും. എണ്ണച്ചെട്ടിയാരുടെ ഗുണ്ടകളെ അവനെ അടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് ആ ടിക്കറ്റ് കൊണ്ട് കടന്നു കളഞ്ഞാണ്. അല്ലേട്ടാ, ഇനി ടിക്കറ്റ് കൈ കെട്ടി കഴിയുമ്പോ ഈ എണ്ണച്ചെട്ടിയാര് നമ്മളെ പറ്റിക്കോ? ലോകത്തെ എണ്ണച്ചെട്ടിയാരെ ആരെ പറ്റിച്ചിരുന്നാലും എന്നെ പറ്റിക്കത്തില്ല. മാണിക്യമംഗലത്ത് വിശ്വനാഥനോട് അയാൾക്ക് അത്രയും വലിയ കടപ്പാടുണ്ട്. ഒന്നും മറക്കുന്നതിനല്ല ചെട്ടിയാര്. 50-50 അല്ലേ നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്? അപ്പോ 10 കോടി ഉടനെ നമ്മുടെ വരും അല്ലേ ഏട്ടാ? പിന്നെ ഏട്ടാ, കാശ് കൈ കിട്ടിയ ആദ്യ വൃത്തികെട്ടവനുണ്ടല്ലോ ആ കരിമ്പായി, അവന്റെ ഇടപെടൽ തീർത്തേക്കണം. അവനെ കൊണ്ട് വലിയ ശല്യമാണ് ഏട്ടാ. അവൻ എപ്പോഴാ കൂടും കുടുക്കെടുത്തോണ്ട് നമ്മുടെ ഇങ്ങോട്ട് താമസം മാറുന്നു പറയാൻ പറ്റിയല്ല. വരട്ടെ, ആദ്യം കാശ് കയ്യിലോട്ടൊന്ന് കിട്ടട്ടെ. കടങ്ങളെ ഓരോന്നായിട്ട് വിട്ടണം.